ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് വുമൻസ്. ഓമർ ഫ്രം കണ്ണൂർ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്, ഓഫർ സെയിലും കൂടിയാണ്. സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. പോസ്റ്റിംഗ് വീഡിയോ മസ്റ്റ് ആണ്, കട്ടോ പോസ്റ്റ് ചെയ്യാണ്ടിട്ട് കേട്ടോ. പിന്നെ എമർജൻസി കേസ് ആണെങ്കിൽ മെൻഷൻ ചെയ്യുക, DDDC ആണോ വേണമെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഒത്തിരി എമർജൻസി ആണെങ്കിൽ മാക്സിമം പർച്ചേസ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ മഴ സാഹചര്യം കൊണ്ടും എല്ലായിടത്തും അവധിയും, സ്കൂളിലെ അവധിയും വിദ്യാഭ്യാസ അവധി മീൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് ബസ്സിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ പോകുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ DDDC മെൻഷൻ മീൻസ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, പതുക്കെയായാലും മതിയെങ്കിൽ അങ്ങനെ. അല്ലാതെ ഒരു കാരണവശാലും എന്താ പറയാ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലേ ആയിന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പോകാനുണ്ട്, അപ്പുറം പോകാനുണ്ട്, ഇപ്പുറം പോകാനുണ്ട്, വേറെ നാട്ടിൽ പോകാണ്ടെന്നും പറയരുത്. കാരണം ഓക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. കൈ കിട്ടിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് റിട്ടേൺ അയക്കുക, റിട്ടേൺ അയച്ചിട്ട് വേറെ അഡ്രസ്സ് ഒന്ന് വേറെ റിട്ടേൺ കൊടുക്കുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം കംഫർട്ടബിൾ ആണ് എന്നാൽ കുഴപ്പമില്ല എന്നുള്ളത് മാത്രമാണെങ്കിൽ പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ എമർജൻസി കേസാണ്, എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് കേരളത്തിലെ സിറ്റുവേഷൻ വാർത്ത കാണുമ്പോഴേ അറിയാലോ. അപ്പം അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്കും ഇരട്ടി ബുദ്ധിമുട്ടാണ്. കൈ കിട്ടുമോ ഇല്ലയോ, എപ്പോൾ കിട്ടും നമുക്കും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പം ഇറിറ്റേഷൻ മീൻസ് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമറുകൾ പോലെ ആവണമെന്നില്ല. അപ്പം ചില കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെയും നിർബന്ധിക്കില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, അല്ലാത്ത പക്ഷം കുഴപ്പമില്ല. വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന എ ലൈനില് ക്രേപ്പ് ലൈനിങ്ങില് M2XXL സൈസ് ആണ്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ലൊരു മോഡലാണ്, റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. 46 ലെങ്ത് ആണ് വരിക. ഞാൻ അഗൈൻ റീസ്റ്റോക്ക് കൊണ്ടുവന്ന മോഡലാണ്, പല കസ്റ്റമേഴ്സിന് കിട്ടിയതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൊണ്ടുവന്ന കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചെറുപയർ പച്ചയാണ്. M2XXL സൈസ് ആണ്. 2 കളേഴ്സ് ആണ് ഇപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വിചിത്ര ഫാബ്രിക് ആണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്, ക്രേപ്പ് ലൈനിങ് ഉണ്ട്. M2XXL സൈസ് ആണ്. 2 കളേഴ്സ് അവൈലബിൾ ആണ്. കറക്റ്റ് സ്ക്രീൻഷോട്ടും സൈസും അയക്കാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു കോളർ ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ്. പ്യുവർ കോളർ ടൈപ്പ് ആണ് വരിക. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ കൂടാണ്ട് മെറൂൺ വിത്ത് നല്ലൊരു ആഷ് ഷെയ്ഡാണ്. കോട്ടൺ ലൈനിങ് ആണ്. പിന്നെ 46 ലെങ്ത് ഉണ്ട്. സൈസ് ആയിട്ട് വരുന്ന L to 3XL സൈസ് ആണ്. നല്ലൊരു മോഡലാണ്, ഒറ്റ സെറ്റേ ഉള്ളൂ. റേറ്റ് വരുന്നത് 450 ഫ്രീ ഷിപ്പിംഗ് ആണ്. കോളർ വരുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ്. ലാർജ് XL, XXL, XXL സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു പാറ്റേൺ ആണ്. റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. 450 രൂപയേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. മോഡലാണ്. നല്ലൊരു കോട്ടൺ ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ഒറിജിനൽ വെർട്ടിക്കലി പോകുന്ന നല്ലൊരു മോഡലാണ്. നല്ലൊരു വാർണിഷ് ഷെയ്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ് ആണ്. വി പാറ്റേൺ ആണ്. മീഡിയം, ലാർജ്, XL സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എമ്മും എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 46 ലെങ്ത് അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ഷെയ്ഡ് ബോട്ടിലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ലൊരു ഒറിജിനൽ വെർട്ടിക്കലിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. കോട്ടൺ ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. വി പാറ്റേൺ ആണ്. മീഡിയവും XL സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, സൈസുകൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ നല്ലൊരു മോഡലാണ് കേട്ടോ. പിന്നെ അതുപോലെ മീൻസ് ബ്ലാക്കിൽ വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ കൂടാണ്ട് ഇതിന്റെ സൈസ് വരുന്നത് M2XXL സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. ഒറിജിനൽ വെർട്ടിക്കൽ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ്. നല്ലൊരു പാറ്റേൺ ആണ്. ഒട്ടും മിസ്സാക്കേണ്ട, റീസ്റ്റോക്ക് ഉണ്ടായിരുന്നല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിൽ വരുന്നത് M2XXL സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളർ ഷെയ്ഡ് ആണെങ്കിലും ബ്ലൂവിലും ബ്ലാക്കിലും മാത്രമുള്ള M2XXL. പിന്നെ മെറൂൺ വാർണിഷ് കളറിൽ വരുന്നത് M, L, XL മാത്രം. പിന്നെ കൂടാണ്ട് ഗ്രീനിൽ വരുന്നത് M, XL മാത്രമാണ്. അപ്പൊ ഇത്രയാണ് കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റോയൽ ബ്ലൂ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും M2XXL, വാർണിഷ് ഷെയ്ഡ് M, L, XL, ബ്ലൂ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് M, XL മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ വ്യക്തമായിട്ട് ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവൻ കാണുക. അപ്പൊ എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോട്ടൺ ലൈനിങ്ങിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് സോഫ്റ്റ് ഫാബ്രിക്കും ആണ്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഫീഡിംഗ് കുർത്തിയാണ്. റയോൺ ഫാബ്രിക് ആണ്. യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രമേ ലൈനിങ് ഉള്ളൂ. നല്ല ലൈനാണ്. മീൻസ് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് ആണ്. എമ്മും എല്ലും മാത്രമേ മീൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. 46 ലെങ്ത് ഉണ്ട്. മെറൂൺ ഷെയ്ഡ് ആണ്. പിന്നെ 375 ഫ്രീ ഷിപ്പിംഗ്. 375 രൂപ ഉള്ളൂ. ലാസ്റ്റ് ഈ പീസേ ഉള്ളൂ കേട്ടോ, ലാസ്റ്റ് ആണ്. പിന്നെ ഇനി കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്.
പീച്ച് ഷെയ്ഡിൽ 5XL ആണ് സൈസ് വരിക. ജോർജറ്റ് ഫാബ്രിക്കിൽ അജറാക് പാച്ച് വെച്ചിട്ട് ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക്. ക്രേപ്പ് ലൈൻ 46 ലെങ്ത്. പീച്ച് ഷെയ്ഡ് 5XL ആണ് കേട്ടോ. 50 ആണ് സൈസ് വരിക. റേറ്റ് വരുന്നത് 450 ഫ്രീ ഷിപ്പിംഗ് ആണ്. 450 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആണ് ഇത് നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് മീൻസ് നല്ലൊരു ലാവൻഡർ നല്ല കളറാണ് കേട്ടോ. പിന്നെ എംബ്രോയിഡറി വർക്കാണ്, വൈറ്റ് എംബ്രോയിഡറി വർക്ക്. ടോപ്പ് ആൻഡ് ബോട്ടം ഒരു കോഡ് സെറ്റ് ആണ്. പ്ലെയിൻ ആണ് ബോട്ടം വരുക. 38 ലെങ്ത് ഉണ്ട്. പിന്നെ കൂടാണ്ട് ഈ സൈസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലും പിന്നെ ഡബിൾ എക്സലും ത്രിബിൾ എക്സലും. എല്ലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും 3 സൈസ് ആയിട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. 699 ഫ്രീ ഷിപ്പിംഗ് ആണ്. 699 രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ആണ്. ഇത് കണ്ടടിക്കുന്ന യെല്ലോ അല്ല, പക്ഷെ നല്ലൊരു യെല്ലോ ആണ്. ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ. 3XL സൈസ് ആണ്. പിന്നെ എൻഡിൽ എല്ലാവരും എംബ്രോയിഡറി വർക്കാണ്. നല്ലൊരു എംബ്രോയിഡറി വർക്കാണ്. 3XL സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഒറ്റ പീസേ ഉള്ളൂ. യെല്ലോ ഷെയ്ഡിൽ വരുന്നത് കോഡ് സെറ്റ് ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ്. ക്രേപ്പ് ലൈനിങ്ങിലാണ്, വിത്ത് ലൈനിങ് കൂടിയാണ്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. ഡയറക്റ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതിന്റെ സൈസ് വരുന്നത് എല്ലും ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. നല്ലൊരു ഫാബ്രിക് ആണ്. പിന്നെ കൂടാണ്ട് കംഫർട്ടബിൾ ആണ്. ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സെയിം ഏറ്റവും എൻഡിൽ നല്ല വർക്ക് വെച്ചിട്ടാണ്. ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. 46 ലെങ്ത് ഉണ്ട്. 699 ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ ഈ 3 കളർ ഷെയ്ഡാണ് അവൈലബിൾ. പിന്നെ ബ്ലാക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലും ഡബിൾ എക്സലും എല്ലും എക്സലും ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ബ്ലാക്ക് കളറിൽ. അതും മാർക്കിങ്ങിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് കംഫർട്ടബിൾ അനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫാബ്രിക്കിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ്. റേറ്റ് വരുന്നത് ഓൺലി 700 ഫ്രീ ഷിപ്പിംഗ് ആണ്. 700 രൂപയുള്ള ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. 2.25 ഉണ്ട് ദുപ്പട്ടയ്ക്ക്. പിന്നെ അതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2.25 ഉണ്ട് നമ്മുടെ ദുപ്പട്ടയ്ക്ക്. കൂടാണ്ട് ടോപ്പിന് 46 ലെങ്ത്തും ഉണ്ട്. കൂടാണ്ട് ബോട്ടത്തിന് 38 ലെങ്ത്തും ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഫുൾ മെഷീൻ എംബ്രോയിഡറി വർക്കാണ്. നല്ലൊരു മോഡലാണ്. മിസ്സാക്കേണ്ട. റീസ്റ്റോക്ക് ഉണ്ടാക്കുന്നല്ല. ജോർജറ്റ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. സാറ്റിൻ ഫാബ്രിക് ആണ്. പിന്നെ ദുപ്പട്ടയ്ക്ക് 2.25 ഉണ്ട്. ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ്. 700 ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൺലി കേട്ടോ. അപ്പോൾ ഒട്ടും മിസ്സാക്കേണ്ട. എമ്മും എല്ലാം എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ്. നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ്. ലാർജ് ആണ് സൈസ് വരുക. സൈഡ് സ്ലിറ്റ് ആണ്. ജോർജറ്റ് ഫാബ്രിക് ആണ്. 3 പീസ് സെറ്റ് ആണ്. നല്ലൊരു ഷെയ്ഡാണ്. ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ മിസ്സാക്കണ്ട. ഇങ്ങനെയാണ് എന്റെ വ്യൂ വരുക. സാറ്റിൻ ഫാബ്രിക്കും ജോർജറ്റ് ഫാബ്രിക്കും ആണ്. ഇങ്ങനെയാണ് എന്റെ വ്യൂ വരുക. പിന്നെ ഒട്ടും മിസ്സാക്കേണ്ട. ലാർജ് സൈസ് ഒറ്റ പീസേ ഉള്ളൂ. 700 ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. കോട്ടൺ സബ് സിൽക്ക് ആണ്. സ്ക്വയർ ആണ്. ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക് ആണ്. സൈഡ് സ്ലിറ്റ് ആണ്. കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. ഡബിൾ എക്സൽ സൈസ് ആണ്. പിന്നെ റേറ്റ് വരുന്നത് 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ്. ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ. എക്സൽ സൈസ് ആണ്. കോട്ടൺ സ്ലബ് സിൽക്ക് ആണ്. പിന്നെ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് കാപ്പിപ്പൊടി നല്ലൊരു കളറാണ്. ഒട്ടും മിസ്സാക്കണ്ട. കോട്ടൺ ആണ് ലൈനിങ് വരുന്നത്. 46 ലെങ്ത് ഉണ്ട്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എം സൈസിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ്. എം സൈസ് ആണ്. ഒരു യെല്ലോ വിത്ത് സ്കൈ ബ്ലൂ ഷെയ്ഡും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഒരു സ്കൈ ബ്ലൂ വിത്ത് യെല്ലോ ഷെയ്ഡും ആണ്. ഇതിന്റെ വ്യൂ കാണിച്ചു തരാം. കാരണം പല കസ്റ്റമേഴ്സും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്താ കാണിച്ചു തരാം. ഇങ്ങനെയാണ് എന്റെ വ്യൂ വരുക. ഇത് മീഡിയം സൈസ് ആണ്. ഈ മീഡിയം സൈസും ഇതിന്റെ തന്നെ ലാർജ് സൈസ് അവൈലബിൾ ആണ്. മീഡിയം ആൻഡ് ലാർജ് സൈസ് അവൈലബിൾ ആണ്. അപ്പം 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒട്ടും മിസ്സാക്കേണ്ട. 6 ആക്ട് പാറ്റേൺ കോട്ടൺ കോളർ ടൈപ്പ് സ്കൈ ബ്ലൂ വിത്ത് യെല്ലോ പാച്ച് ദ കോട്ടൺ ലൈനിങ് 46 ലെങ്ത്. അതിന്റെ സെയിം തന്നെയാണ് ഓപ്പോസിറ്റും. മീഡിയം സൈസ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുക. ഇതിന്റെ മീഡിയം മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത് മീഡിയം ആൻഡ് ലാർജ് അവൈലബിൾ ആണ്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ കറക്റ്റ് സ്ക്രീൻഷോട്ടും സൈസ് വായിക്കാൻ എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് നല്ലൊരു ഒറിജിനൽ മിറർ വർക്കാണ്. മീഡിയം സൈസ് ആണ്. ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ. കാന്ത കോട്ടൺ ആണ്. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. മീഡിയം സൈസ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഒറിജിനൽ മിറർ വർക്ക് ബീഡ്സ് വർക്കാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ എന്താ അടുത്ത നെക്സ്റ്റ് മീഡിയം സൈസ് 6 ആക്ട് പാറ്റേൺ 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. കോട്ടൺ ആണ്. നല്ലൊരു മോഡലാണ്. മീഡിയം ആണ്. ബ്ലാക്ക് കളറാണ്. നല്ലൊരു ചിക്കു വിത്ത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. മീഡിയം ആണ് സൈസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് തന്നെ വാർണിഷ് കളർ ആണ്. സെയിം അതിന്റെ തന്നെ മീഡിയം ആണ് സൈസ്. സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. നല്ലൊരു കോട്ടൺ ആണ്. സോഫ്റ്റ് കോട്ടൺ ആണ്.
പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ലാർജ് സൈസ് 375 ഫ്രീ ഷിപ്പിംഗ് ലാർജ് സൈസ് ആണ്. ഇതിൽ വരുന്ന കോളർ ടൈപ്പ് ഒരു റയോൺ ഫാബ്രിക് ആണ്. ഫോയിൽ പ്രിന്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ്, ഒരു ഡാർക്ക് ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ആണ്. കോളർ ടൈപ്പ് ആണ്, സൈഡ് സ്ലിറ്റ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്. ഒട്ടും മിസ്സാക്കേണ്ട മാക്സിമം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. എലൈൻ ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്. MNL മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ലൊരു മോഡൽ 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ്, കോട്ടൺ ആണ്, സൈഡ് സ്ലിറ്റ് ആണ്, കോട്ടൺ ലൈനിങ് ആണ്. എല്ലാം XXL സൈസ് അവൈലബിൾ ആണ്. സൈഡ് സ്ലിറ്റ് കോട്ടൺ ലൈനിങ് എല്ലാത്തിനും തന്നെ അത്യാവശ്യം നല്ല കോട്ടൺ മീൻസ് ലൈനിങ് ഉണ്ട് കേട്ടോ. അറ്റാച്ച് ചെയ്തേ ഉള്ളൂ. 299 ഫ്രീ ഷിപ്പിംഗ്. യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. 820 നല്ല പിള്ളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള XXL ലാസ്റ്റ് 50 പീസേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് 4XL സൈസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. കോട്ടൺ ആണ്, ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക്. 375 ഫ്രീ ഷിപ്പിംഗ്. കോട്ടൺ ലൈനിങ് ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണ്, 4XL സൈസ് ആണ്. ഒട്ടും മിസ്സാക്കേണ്ട 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ്, കാന്ത കോട്ടൺ ആണ്. സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ പ്രില്ല് വെച്ചിട്ടാണ്. 820 പ്രില്ലുണ്ട്, നല്ല പ്ലീറ്റഡും ആണ്. ബാക്ക് റൂട്ട് കാര്യങ്ങളും ഉണ്ട്. മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം തന്നെ എന്താ പറയുക ലൈനിങ് ഉണ്ട്. 3/4 സ്ലീവിൽ വരുന്ന അത്യാവശ്യം നല്ല ലൈനിങ് ഉണ്ട്. സൈസ് വരുന്നത് XL ഉം XXL സൈസ് അവൈലബിൾ ആണ്. XL ഉം XXL സൈസ് അവൈലബിൾ ആണെങ്കിൽ വ്യൂ വരിക. 375 ഫ്രീ ഷിപ്പിംഗ് ആണ്. മീൻസ് പ്ലീറ്റഡ് ആണ്, 820 പ്രില്ലാണ്, ഷിഫോൺ ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്. ഒട്ടും മിസ്സാക്കേണ്ട XXL സൈസ്. ബാക്ക് നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മോഡലാണ്, ഒട്ടും മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ 350 ഫ്രീ ഷിപ്പിംഗ്. അപ്പം മാക്സിമം തന്നെ ഇത്രയാണ് കളക്ഷൻസ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ വാട്സപ്പിനോട് മെസ്സേജ് അയക്കാം. പിന്നെ സ്കിപ്പ് ചെയ്യാൻ മിസ്സാക്കണ്ട, റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരുമല്ലോ, കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് വായിക്കുക. പിന്നെ കൂടാണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫേഴ്സുമായിട്ട് വീണ്ടും വരുന്നത്.